കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുക. 71-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത് വാക്യം. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ദാവീദ് ദൈവമനുഷ്യന്റെ പ്രാർത്ഥനാ വാചകം കൂടിയാണ്. 70-ാം സങ്കീർത്തനത്തിന്റെ തുടർമാനമാണ് 71-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ് ദാവീദ്. എന്തുവാ? കർത്താവേ, വാർദ്ധക്യകാലത്ത് നീ എന്നെ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വേണ്ടി. ഈ രണ്ട് ചിന്തകൾ ശ്രദ്ധിക്കണം. ഒന്ന് വാർദ്ധക്യകാലം, രണ്ട് ബലം ക്ഷയിക്കുമ്പോൾ. ഇത് രണ്ട് സമയത്തും നമ്മളിൽ നിന്ന് ആൾക്കാർ നഷ്ടപ്പെട്ടു പോകാറുണ്ട് അല്ലേ? ബലമുള്ളപ്പോൾ, പൈസയുള്ളപ്പോൾ സ്നേഹിതന്മാർ ഇഷ്ടംപോലെ നമ്മുടെ അടുക്കൽ കാണും. ചെലവാക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ, അധ്വാനിക്കാൻ ബലം നിനക്കുണ്ടെങ്കിൽ, നിന്റെ കൂടെ നിൽക്കാൻ ആള് ഇഷ്ടംപോലെ നിന്റെ കൂടെ കാണും. എന്നാൽ നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ, നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നിനക്കൊരു പ്രയാസം വരുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആരും നമ്മളോട് കൂടെ കാണണമെന്നില്ല. സ്തോത്രം. വ്യക്തികൾ, ജനം, കൂട്ടുകാർ, സ്തോത്രം, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഒരുപക്ഷെ ഭാര്യ, മക്കൾ, ഭർത്താവ്, ഇവരെ ഉപേക്ഷിക്കുന്ന രണ്ട് കാലഘട്ടങ്ങൾ, രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് വസ്തുതകൾ, സ്തോത്രമില്ലെങ്കിൽ രണ്ട് അവസ്ഥകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് വാർദ്ധക്യകാലം, രണ്ട് ബലം ക്ഷയിക്കുന്ന അനുഭവം. എന്തുവാ? ഇന്ന് നമുക്കറിയാം, വാർദ്ധക്യകാലത്തിലേക്ക് വരുന്ന മാതാപിതാക്കളെ കൊണ്ട് സ്തോത്രം ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടുന്ന ഒരു കാലമാണ്. എത്ര പൈസ കൊടുക്കാൻ തയ്യാറാണ്? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്കറിയാം, കുറഞ്ഞ പക്ഷം 3 വയസ്സ് വരെയെങ്കിലും നമ്മെ പരിപാലിച്ച്, നമ്മെ സൂക്ഷിച്ച്, നമ്മെ നടത്തി, സ്തോത്രം, നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത അപ്പനും അമ്മയും സ്തോത്രം നോക്കുവാൻ കഴിയാത്ത രീതിയിൽ ആശുപത്രിയിലാകട്ടെ മറ്റ് വിഷയങ്ങളിലാകട്ടെ പൈസ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന തലമുറകളെ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരും അല്ലേ? സ്തോത്രം. അതുപോലെ ബലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇന്ന് നമ്മൾ ആരോഗ്യവാന്മാരാണ്, ആരോഗ്യവതികളാണ്. പക്ഷേ സ്തോത്രം, ഈ ബലം ചോർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോഴും ആൾക്കാർ നമ്മളെ കൈവിടും. അതുകൊണ്ട് ഈ വിഷയങ്ങളെ മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, വാർദ്ധക്യകാലം വരുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ചുറ്റുപാടുള്ളവർ ഒരുപക്ഷെ എന്നെ കൈവിട്ടെന്നിരിക്കും, പക്ഷെ നീ എന്നെ ഉപേക്ഷിക്കരുത്. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്ന കാര്യം എന്താ? അതിൻ്റെ അർത്ഥം, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നീ വാർദ്ധക്യകാലത്തായാലും, നിന്റെ ബലം ക്ഷയിച്ചു പോയാലും, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാലും, സ്തോത്രം, നിന്നെ കൈവിടാതെ നടത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവം, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവം നിന്നെ കൈവിടുകയില്ല. ആര് കൈവിട്ടാലും, മനസ്സുകൊണ്ടോ, ശരീരം കൊണ്ടോ, വാക്കുകൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, പ്രസൻസ് കൊണ്ടോ, സാമീപ്യം കൊണ്ടോ ആര് നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ആ നാഥനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിന് പിറകെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യരാൽ കൈവിടപ്പെട്ട്, സ്തോത്രം, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ടവരായി അനേകർ ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കും. അവർക്ക് നാഥനായി, സ്തോത്രം, അപ്പനില്ലാത്തവർക്ക് അപ്പനായി, അമ്മയില്ലാത്തവർക്ക് അമ്മയായി, ആരുമില്ലാത്തവർക്കെല്ലാമായി കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരണം. ഇത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.